സതീശൻ്റെ ഭരണം കേരള ചരിത്രത്തിലെ സ്വർണ്ണലിപികളിൽ രേഖപ്പെടുത്തേണ്ടതായിരിക്കും. അത് തന്നെയുമല്ല, ഇത് 10 വർഷം തുടരും. ഞാൻ പറഞ്ഞില്ല, അടുത്ത 10 വർഷം കേരളത്തിൽ UDF ആയിരിക്കും. മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടൻ VD സതീശൻ വിളിച്ചത് അഡ്വക്കേറ്റ് MVS നമ്പൂതിരിയാണ്. അദ്ദേഹമാണ് നിയമ ജീവിതത്തിലേക്ക് VD സതീശനെ കൈപിടിച്ചുയർത്തിയത്. 91-ലാണ് സതീശൻ എൻ്റെ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നത്. ഇവിടെ ഏതാണ്ട് 5 വർഷത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് NSUയുടെ ജനറൽ സെക്രട്ടറി ആക്കി കഴിഞ്ഞപ്പോൾ പിന്നെ പ്രൊഫഷനിൽ വന്നിട്ടില്ല. പക്ഷേ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇത്രയും പഠിക്കുന്ന ഒരു അഭിഭാഷകനാണെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സതീശനെ ഫോളോ ചെയ്യേണ്ടതാണ്. 2 പ്രധാനപ്പെട്ട ആളുകൾ, ഒന്ന് VD സതീശനും ഒന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ. അതായത് അന്ന് വൈസ് ചെയർമാനായിരുന്ന ജസ്റ്റിസ് ചേറ്റു ശങ്കരൻ നായരൻ്റെയൊക്കെ പറഞ്ഞു, നമ്പൂതിരി ഒട്ടും ബുദ്ധിമുട്ടുണ്ട്, സതീശനെ അങ്ങ് വിട്ടാൽ മതി, ഹീ ഈസ് ഡൂയിങ് ഇറ്റ് എക്സലൻ്റ്ലി വെൽ എന്നാണ് പറഞ്ഞത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മൂകാംബിക ക്ഷേത്രത്തിൽ പോയി. അതിനെക്കുറിച്ചും കളിയാക്കുക ചെയ്തു. ഒരു ആത്മാർത്ഥത എന്നുള്ളത് എന്തായിരിക്കും എന്നുള്ളത് സതീശനെ കണ്ടു വേണം പഠിക്കും. ഇന്നലെ സതീശനെ ഞാൻ പലപ്പം വിളിച്ചു നോക്കി. അന്നേരം സതീശൻ്റെ ഫോണിന് ഇന്നലെ ചാർജില്ലായിരുന്നു, ഫോണ് ഓഫായിപ്പോയി. അന്നേരം സുധാകരൻ്റെ ഒക്കെ പറഞ്ഞു, എനിക്ക് ആ നമ്പൂരി സാറിനെ വിളിക്കാൻ ഒത്തില്ല, ഒന്ന് വിളിച്ചു തരാൻ പറഞ്ഞിട്ട് സുധാകരൻ വിളിച്ചു തരേണ്ട സാറിൻ്റെ ജൂനിയറിൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എൻ്റെ ഒക്കെ സംസാരിച്ചു. രഞ്ജിത്ത് തമ്പി ആണ് പുള്ളിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും. എൻ്റെ കണക്കൂട്ടൽ രഞ്ജിത്ത് തമ്പി ആയിരിക്കും സതീശൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി. കരുണാകരൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് എങ്ങനെ രഞ്ജിത്ത് തമ്പിയുടെ അച്ഛൻ PV തമ്പി സാറായിരുന്നു, അതുപോലെ ഒക്കെ കൂടുണ്ട്. ഞാൻ പലപ്പോഴും രഞ്ജിത്തിൻ്റെ ഒക്കെ വിളിച്ച് പലപ്പോഴും സംസാരിക്കും, സാറേ ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ പോന്നു എന്നാണ് പറയുന്നത്. ഞാൻ 2 ബുക്ക് എഴുതി. ആദ്യത്തെ ബുക്കിനകത്തെ 14-ാമത്തെ ചാപ്റ്ററിൽ ഫസ്റ്റ് മൈ കൊളീഗ്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിലുള്ള ആ ചാപ്റ്ററിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് VD സതീശനാണ്. സതീശൻ്റെ ഭരണം കേരള ചരിത്രത്തിലെ സ്വർണ്ണലിപികളിൽ രേഖപ്പെടുത്തേണ്ടതായിരിക്കും. അത് തന്നെയുമല്ല, ഇത് 10 വർഷം തുടരും. ഞാൻ പറഞ്ഞില്ല, അടുത്ത 10 വർഷം കേരളത്തിൽ UDF ആയിരിക്കും.